ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ യൂട്യൂബ് ടിപ്സ് ചെയ്യുന്ന ഒരാളല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കതിനെപ്പറ്റി എങ്ങനെ കൃത്യമായിട്ട് വിവരിക്കണ്ടേ എന്നുള്ളത് അറിയില്ല. ഞാൻ തന്നെ പലതവണ ചാനൽ മതിയാക്കുക, കാരണം അത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വ്യൂസ് വരാണ്ടിരിക്കുമ്പോൾ. മച്ചമ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ യൂട്യൂബേഴ്സിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ 4000 മണിക്കൂറും പിന്നെ അതേപോലെ 1000 സബ്സ്ക്രൈബർ ആവാനും കാത്തിരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ രാവിലെ ഉറങ്ങി എണീച്ച അപ്പാട് ചിലപ്പോൾ മിക്കവാറും നോക്കുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ തുറന്നിട്ടായിരിക്കും. കാരണം ഇത് എത്ര വ്യൂസ് വന്നിട്ടുണ്ട്, എത്ര സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ വാച്ച് ടൈം എന്തായി എന്ന് പറഞ്ഞാൽ ഡെയിലി എന്ന് പറഞ്ഞാൽ നോക്കുന്നത്. പക്ഷെ അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ട് വീഡിയോ ചെയ്തിട്ട് നമ്മളെ വീഡിയോന് വ്യൂസ് വരാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു അടുത്ത കാലത്തായിട്ട് ഇടുന്ന വീഡിയോസിനൊന്നും ഒരൊറ്റ വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഏകദേശം 20, 30, 50, 100 താഴെ വീഡിയോസ്. ഞാൻ തന്നെ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഈ ഒരാഴ്ചയായിട്ട് പിന്നെ ഏകദേശം ഒരു 5-6 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും 100 താഴെ, അല്ലെങ്കിൽ 100, 120, 150, 200 മുകളിൽ വ്യൂസ് ഇല്ല. അപ്പം പിന്നെ ഒരുപാട് ആൾക്കാർ അതിനെ പറ്റിയിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വിഷയം വെച്ചിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് കടക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപാട് ടെക് ചാനൽ ചെയ്യുന്ന ആളുണ്ട്. ഈ പിന്നെ യൂട്യൂബിൻ്റെ ഇതുമായിട്ട് സംബന്ധിച്ചിട്ട് ഒരുപാട് ടെക് ചാനൽ, അതായത് ടിപ്സ് എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ചാനലുകാരുണ്ട്. അവർ ഒരുപാട് തവണ പറഞ്ഞ് മടുത്ത കാര്യമാണ്, പക്ഷേ ഇതാരും ചെയ്യുന്നില്ല. സംഭവം ചെറിയ കാര്യമാണെന്ന് പോലും എന്നിട്ടും ഒരാളും അത് ചെയ്യുന്നില്ല. ഞാൻ തന്നെ പലതവണ ചാനൽ മതിയാക്കുക, കാരണം അത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വ്യൂസ് വരാണ്ടിരിക്കുമ്പം എവിടെയോ പോയിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടാവുക. അതിന് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നമുക്കതിന് വ്യൂസും കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സും ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. അപ്പോൾ ആ ഒരു വിഷമം എന്നെപ്പോലെ ഈ വിഷമം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എനിക്കിപ്പം ഏകദേശം 3050 മണിക്കൂർ ആയത്. ഇനി 1300 അടുപ്പിച്ച് സബ്സ്ക്രൈബറുമായി, പക്ഷേ വാച്ച് ടൈം ആയില്ല. അപ്പോൾ ആ ഒരു വിഷമം എനക്കും ഉണ്ട്. ആ ഒരു വിഷമം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. കാരണം എനിക്ക് അറിയുന്ന അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വെച്ചിട്ട്. കാരണം ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ പറഞ്ഞ് കൂടുതൽ സമയമൊന്നും കിട്ടുന്നില്ല. സംഭവം കാര്യത്തിലേക്ക് നേരെ വരാം. നമ്മൾ പുതിയ യൂട്യൂബേഴ്സ് ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഇത് പിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളോ ഒന്നുമല്ല, നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങൾ ചെയ്യൂല ആ കാര്യം. അതാണ് എനിക്കും പറ്റിയ അതേ അബദ്ധമാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ യൂട്യൂബ് ടിപ്സ് ചെയ്യുന്ന ഒരാളല്ലാത്തത് കൊണ്ട് തന്നെ എനിക്കതിനെപ്പറ്റി എങ്ങനെ കൃത്യമായിട്ട് വിവരിക്കണ്ടേ എന്നുള്ളത് അറിയില്ല. അത് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഞാൻ പറയുന്നത് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. പിന്നെ ഒന്നാമത്തെ തന്നെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ടാഗ് നിർബന്ധമായിട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറന്നുപോകാണ്ട് ചെയ്യേണ്ട ഒരു കാര്യം ടാഗ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്യുമ്പം അവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ, ഞാനെല്ലാം മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ടാഗ് കൊടുത്തിട്ട് ഒഴിവാക്കും. നമ്മൾ ഭംഗിയായിട്ട് വീഡിയോ എടുക്കും, പിന്നെ എഡിറ്റ് ചെയ്യും, എന്നിട്ട് അവസാനം കൊണ്ടുപോയിട്ട് ടാഗും ഇതൊന്നും കൊടുക്കാണ്ട് അപ്ലോഡ് ചെയ്തങ്ങ് വിടും. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ടാഗ് കൊടുക്കേണ്ടതൊക്കെ നമ്മൾ കാര്യമായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് വീഡിയോ ആണ് ചെയ്യുന്നത് അതിൻ്റെ വൈറലായ വീഡിയോ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ആടുന്ന് നമ്മൾ മാക്സിമം കോപ്പി ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ചാനൽ സെർച്ചിങ്ങിൽ വരും എന്തായാലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് എന്ന് പറയുന്നത് തന്നെ ഒരു സെർച്ചിങ് ആയിട്ട് വരുന്നതാണ്. എനിക്കതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാനറിയില്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബ് പറയുമ്പോൾ സെർച്ചിങ്ങിൽ വരുന്നതാണല്ല. അപ്പോൾ ഈ സെർച്ചിൽ വരാണ്ട് എങ്ങനെയും നമ്മളെ വീഡിയോസ് കയറൂല. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ടാഗുകൾ നിർബന്ധമായിട്ട് കൊടുക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം. അതിന് മടി കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഉറപ്പായിട്ടും കയറൂല. അതിനുള്ള ഏറ്റവും വലിയ തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പം 6 ദിവസം 7 ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു 5-6 വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോനൊന്നും വ്യൂസ് ഇല്ല. ഞാൻ ഇന്നലെ ഇട്ടൊരു വീഡിയോ, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു വീഡിയോ, പിന്നെ നമ്മളെ മുടി കറുപ്പിക്കുന്നതിന് തൈര് മതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ നല്ല വൈറലായ ഒരു പിന്നെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് ഞാനത് കൊണ്ടുവന്നിട്ട് ഇവിടെ ടാഗ് ചെയ്ത് വെച്ച്. അപ്പോൾ ആ വീഡിയോ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരം ഇട്ട വീഡിയോ, പിന്നെ ഇന്നലെ വൈകുന്നേരമല്ല, ഇന്നലെ ഉച്ചക്ക് ഇട്ട വീഡിയോ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ 3.5K കടന്നു. ഇപ്പോൾ ഏകദേശം ഒരു 200 മണിക്കൂറിന് അടുപ്പിച്ചിട്ട് എനിക്ക് വാച്ച് ടൈം ആ ഒറ്റ വീഡിയോയിൽ ഈ ഒരു ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പിന്നെ ധൈര്യത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ കാര്യമായിട്ട് എടുക്കണം. അത് ചെയ്താൽ തന്നെ നമ്മൾ വിജയിച്ചു. അത് നല്ല ഭംഗിയായിട്ട്, വെറുതെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ അടിച്ച് കയറ്റിയിട്ട് കാര്യമില്ല. നിങ്ങൾ ആ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ഡിസ്ക്രിപ്ഷൻ മറ്റുള്ളവരത് നല്ലത് നോക്കിയിട്ട് എടുത്തു കൊണ്ടുവന്നിട്ട്
അവിടെ കോപ്പി ചെയ്ത് വെക്കുക. അത് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ വിവരിക്കേണ്ടതെന്ന് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ ഒരു ടെക് ചാനൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ടെക് ചാനൽ ചെയ്യുന്ന ആളല്ല. ഇത് കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് 100% നിങ്ങളിത് പിന്നെ സെർച്ചിങ്ങിൽ വരും. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പനയിൽ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും. തമ്പനയിൽ നമ്മൾ കൊടുക്കുന്ന വാക്കുകൾ അത്രയും നമ്മൾ അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ വീഡിയോയിലേക്ക് കയറണം. ആ ഒരു രീതിയിലുള്ള തമ്പനയിൽ നിങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ. ആലോചിച്ചിരുന്ന് കണ്ടുപിടിച്ചിട്ട് നല്ലൊരു തമ്പനയിൽ, ആ ഒരു പിന്നെ തമ്പനയിൽ കാണുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ആൾക്കാർ നമ്മളെ വീഡിയോയിലേക്ക് കയറണം. ആ ഒരു രീതിയിലുള്ള തമ്പനയിൽ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ഉറപ്പായിട്ടും കയറും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. കാരണം ഇന്നലത്തെ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അപ്പം നിങ്ങളും എല്ലാവരും വിജയിച്ചു വരട്ടെ. കാരണം യൂട്യൂബിൽ എല്ലാവരും വിജയിക്കണം. എന്നെ പോലെ കഷ്ടപ്പെടുന്നവരായിരിക്കും പിന്നെ മറ്റുള്ള യൂട്യൂബേഴ്സ്. ഞാനിപ്പം മോണിറ്റൈസേഷൻ പോലും ആയില്ല. ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഉപകാരമായിക്കോട്ടെ. ചെറിയ ചെറിയ പിന്നെ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാവും, അവർക്ക് ഭയങ്കര വിഷമത്തിലായിരിക്കും. അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് വലിയ വലിയ ചാനലിൻ്റെ ആൾക്കാർക്കൊന്നല്ല, പിന്നെ ചെറിയ ചാനൽ മോണിറ്റൈസേഷനൊന്നും ആകാത്ത അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്നുള്ള ഒരു ഇതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ബായ്.